ദുരന്തഭൂമിയായി ഉത്തർപ്രദേശിലെ ഹസ്രത്ത്. ഭോലെ ബാബ എന്ന മതപ്രഭാഷകൻ്റെ പ്രഭാഷണം കേൾക്കാനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. ആത്മീയ പ്രഭാഷണത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ കൂടാരത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്കിറങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ആരാണ് ഭോലെ ബാബ? അലിഗഡ് ഡിവിഷനിലെ കാഞ്ചിഗഡ് ജില്ലയിലാണ് ഭോലെ ബാബയുടെ ആസ്ഥാനം. ബാബ പതിവായി പ്രഭാഷണങ്ങൾ നടത്തുകയും സത്സംഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. നരേൻ സാക്കർ ഹരി എന്നാണ് ഭോലെ ബാബ അഭിസംബോധന ചെയ്യാറുള്ളത്. ബാബയുടെ ജനപ്രീതി വളരെ പെട്ടെന്നാണ് വളർന്നത്. നാരായൺ സാഗർ ഹരി എന്ന ഹരി ഭോലെ ബാബ മുൻപ് UP പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 90കളിലാണ് ആധ്യാത്മിക രംഗത്തെത്തിയത്. UP, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ അനുയായികളുണ്ട്. ഭോലെ ബാബ വെള്ള വസ്ത്രം ധരിച്ച് മാത്രമേ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ. മിക്കപ്പോഴും ഭാര്യയോടൊപ്പമാണ് മതചടങ്ങുകൾക്ക് എത്താറുള്ളത്. ഒരു ഗുരുവിൻ്റെയും അനുയായിയല്ലെന്നും ദൈവത്തിൻ്റെ നേരിട്ടുള്ള അവതാരമാണെന്നുമാണ് ഇയാൾ അവകാശപ്പെടുന്നത്. ഫേസ്ബുക്കിൽ 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഇയാൾക്കുണ്ട്. നിരവധി MPമാരും MLAമാരും ചൊവ്വാഴ്ചകളിൽ സംഘടിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ സത്സംഗത്തിൽ പങ്കെടുക്കാറുണ്ട്. ബാബ മാധ്യമങ്ങളെ സത്സംഗത്തിൽ നിന്ന് എപ്പോഴും അകറ്റി നിർത്തിയിരുന്നു. വ്യക്തിപരമായ വിവരങ്ങളൊന്നും ഇയാൾ പങ്കുവയ്ക്കാറില്ല. പിങ്ക് കലർന്ന ഷർട്ടും പാൻസും വെള്ളത്തൊപ്പിയുമാണ് ബാബയുടെ അനുയായികളുടെ വേഷം. കോവിഡ് കാലത്ത് 50 പേർക്ക് പങ്കെടുക്കാൻ അനുമതിയുള്ള പ്രാർത്ഥനാ യോഗത്തിൽ 50,000 പേരെ പങ്കെടുപ്പിച്ചതിന് ബാബയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ഭോലെ ബാബയുടെ കാലിനടിയിലെ മണ്ണ് ശേഖരിക്കാൻ അനുയായികൾ തിരക്ക് കൂട്ടിയതാണ് ഹസ്രത്തിൽ വൻ അപകടത്തിന് വഴിയൊരുക്കിയത്. റോഡിന് ഇരുവശത്തുമുള്ള വയലിന് സമീപത്താണ് പ്രഭാഷണത്തിന് വേദി ഒരുക്കിയത്. 60,000 പേർക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്നിടത്ത് 2.5 ലക്ഷത്തോളം ആളുകളെത്തി. അത്രയും പേരെ നിയന്ത്രിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നില്ല. തലേ ദിവസം മഴ പെയ്തിരുന്നതിനാൽ വയലിൽ വഴുക്കലുണ്ടായിരുന്നു. പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങിയ ബാബയുടെ കാൽപാദത്തിനടിയിലെ മണ്ണ് ശേഖരിക്കാൻ ആളുകൾ തിരക്ക് കൂട്ടി. ഇതോടെ ആളുകൾ കൂട്ടമായി വയലിലെ ചെളിയിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഇതിനിടയിൽ പ്രഭാഷകന് കടന്നു പോകാനായി സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആളുകളെ തല്ലിമാറ്റിയതായും ദൃക്സാക്ഷികൾ പറയുന്നു. വീണുപോയ ആളുകൾക്ക് എഴുന്നേറ്റ് മാറാനായില്ല. തിരക്ക് വർദ്ധിച്ചതോടെ ശ്വാസം കിട്ടാതായതായും കണ്ടുനിന്ന ചിലർക്ക് ഹൃദയാഘാതം സംഭവിച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ഉടനെ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും എത്തി. 2.5 ലക്ഷത്തോളം ആളുകളെ നിയന്ത്രിക്കാനോ രക്ഷാപ്രവർത്തനം നടത്താനോ വേണ്ടത്ര സേന ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും രക്ഷപ്പെട്ടവർ പറയുന്നുണ്ട്.